ചെമ്മീൻ ചോറ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ അഞ്ജുവിന്റെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രിയ പത്നി ഇവിടെ ഇരിപ്പുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കുഞ്ഞുമണി താണ്ടെ ചപ്പാത്തി തിന്നുന്നു. അമ്മച്ചി താണ്ടെ ഇരിക്കുന്നു. ശുങ്കു സ്കൂളിൽ പോയി. രാവിലെ അപ്പവും കടലക്കറയും. കടലക്കറ താണ്ടെ അവിടെ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നു. നല്ല കടുപ്പത്തിലെ ചായ, അമ്മച്ചിക്ക് ലൈറ്റ് ചായ, അമ്മച്ചി കോഫി. അപ്പം ഇന്നത്തെ പരിപാടി ഇതാണ്. ഇന്നത്തെ പരിപാടി ജസ്റ്റ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. ഇന്ന് അഞ്ചു എന്തെങ്കിലും സ്പെഷ്യൽ വൈകുന്നേരം എഴുന്നേറ്റ് ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുന്നു. ആ പ്രതീക്ഷ നമ്മൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതെ, അഞ്ചുവിന്റെ സ്പെഷ്യൽ എന്താണ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പം നമ്മളന്ന് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. രാവിലെ മമ്മിയുടെ സ്പെഷ്യൽ അപ്പവും കടലക്കറിയും. ഉച്ചയ്ക്ക് അമ്മി മീൻകറി വെച്ചിട്ടുണ്ട്. അപ്പം മീൻകറി സെറ്റ് ആയതുണ്ട്. അപ്പം അത് സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ മുടി വെട്ടാൻ പോകണം. മുടി വെട്ടാൻ പോകുമ്പോൾ നാണ്ടെ കുഞ്ഞോണി അവിടെ നിന്ന് ടാറ്റ കാണിക്കുന്നുണ്ട്. ടാറ്റാ ടാറ്റ. അവള് എൻ്റെ കൂടെ ചാടി ഇറങ്ങിയതാ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുടിയും വെട്ടി ശുങ്കുനെയും വിളിച്ചോണ്ട് വരാം. കുഞ്ഞോണി ഇതുവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവൾ ഉറങ്ങത്തില്ല. മീൻസ് കളിക്കാനേ. അതെ, ശുങ്കു സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ, മദർ പക്വത കാണിക്കുന്നു. മദർ ഒരാള് തൊട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സ് താഴെ ഇട്ടു. ഇവിടെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇവിടെ കടയിൽ വന്ന കേട്ടോ, ഹൽദിയിൽ. സമയം വൈകുന്നേരം 6:30 ആയി. ഒരാളുടെ കോല കണ്ടോ, വീട്ടിൽ നിൽക്കുന്ന അതേ കോലത്തിൽ ചാടി കയറി ഇരിക്കുകയാണ്. വേറെ 2 തോന്നിക്കുന്നു, ആറെണ്ണം ബാക്കി നിൽക്കുന്നു. എല്ലാവരും വീട്ടിൽ നിൽക്കുന്ന അതേ കോലത്തിൽ വന്നേക്കെയാണ് സാധനം മേടിക്കാൻ. അവരാരും കയറുന്നില്ല, ഞാൻ മാത്രം പോയി മേടിച്ചിട്ട് വരാൻ പോവാണ്. മുട്ടയും പാലും മേടിക്കാൻ വന്നതാണ്. അതെ, 5 പേരും. വേറെ ഒന്നും വേണ്ടെന്നോ, ഞാൻ പോട്ടെ. എന്തായാലും അഞ്ചുവിന്റെ സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. സ്പെഷ്യൽ ഒന്നുമില്ല പ്രത്യേകിച്ച്. എന്താ പറയാ, വൈകുന്നേരമായി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോ പിന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്തേലും വെച്ചല്ലോ സ്പെഷ്യലേന്നും പറഞ്ഞിരിക്കുക. ഇനിയിപ്പോ സ്പെഷ്യൽ ഇല്ലാന്ന് വേണ്ട. 2-3 ഒരു ഇച്ചിരി ചെമ്മീൻ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഓർത്ത് ചെമ്മീൻ ചോറ് ഉണ്ടാക്കാമെന്ന്. ഞാൻ ഇതുവരെ ചെമ്മീൻ ചോറായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ചെമ്മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ കുറച്ച് ചെമ്മീൻ ചോറ് ഉണ്ടാക്കി നോക്കാം. ആദ്യം പാത്രം എടുത്ത് വെച്ചു. പാത്രം ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു. ചെമ്മീന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നേ. വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഷാഡോ ഫ്രൈ അല്ല, ഇച്ചിരി എണ്ണ ഒഴിച്ച് കുഞ്ഞായിട്ട് ഫ്രൈ ചെയ്തെടുക്കാന്ന്. എണ്ണ ചൂടാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത്രയും എടുത്തിട്ട് ചെമ്മീൻ വറുക്കാനിട്ട് 2 സൈഡും ഒന്ന് നല്ലോണം മൂപ്പിച്ച് എടുക്കാം. കുഞ്ഞോണി തോണ്ട അത് പാചകം പഠിക്കാൻ വേണ്ടി കയറി ഇരിപ്പുണ്ട്. കുഞ്ഞോണി, നീ ഷെഫ് ആവോ? ഓ മീമി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതിന്റെ കൂട്ടത്തില്. നാട്ടിൽ നിന്ന് അത്യാവശ്യം കറിവേപ്പില കൊണ്ടുവന്നതുകൊണ്ട് ലാവിഷാണ്. ചെമ്മീൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തേ. നമുക്ക് കോരി മാറ്റാം കേട്ടോ. അതാ അത്രയും ചെമ്മീൻ ഇട്ട് കഴിഞ്ഞിട്ട് 100 ചെമ്മീനുള്ളൂ. കഷ്ണമൊക്കെ മാറ്റി, ചെമ്മീനൊക്കെ മാറ്റി. ഇനി അതിട്ട് ആ എണ്ണയിൽ തന്നെ ഉണ്ടല്ലോ, ഇത്ര എണ്ണ ഉണ്ടല്ലോ, അതിൽ തന്നെ ഇച്ചിരി മസാലക്കൂട്ട് ഇടാവേ. ഏലക്ക, ഗ്രാമ്പു, ഞാനൊരു നുള്ളു പെരുംജീരകം കൊണ്ട് ഉണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്,
സവാള അത്യാവശ്യം വഴണ്ട് കഴിയുമ്പോൾ നന്നായിട്ട് വഴറ്റി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി, മിഞ്ചി കുഞ്ഞുമി, കുരുമുളക് പൊടി, ഗരം മസാല കുറച്ച്. ഗരം മസാല തന്നെയല്ലേ ഇട്ട് കഴിഞ്ഞിട്ടാ വളർത്ത് നോക്കുന്നത്. ഒരാൾ നിൽക്കുന്നു. ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി കൂടെ ഇടണ്ടേ. മുളക് പൊടി മറ്റേ മീൻ വറുത്തതിന്റെ മുളക് ഉണ്ടല്ലോ, ഒത്തിരി എരി കൂടി പോയാൽ മുളക് പൊടി ഇടുന്നില്ല. കൊച്ചു കഴിക്കാനുള്ളതാണല്ലോ എന്ന് ഓർത്ത് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ക്രഷ്ഡ് ചില്ലിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഇത് വേണമെങ്കിൽ ചേർക്കാട്ടോ. ഈ പാത്രം നമ്മൾ ഐക്യെന്ന് മേടിച്ച പാത്രം കേട്ടോ. അത് അത്യാവശ്യം പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. കുറച്ച് തക്കാളി. മമ്മി ഉണ്ടായതുകൊണ്ട് നമുക്കിനി വീണ്ടും പഴയ പോലെ വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റും. കാരണം കുഞ്ഞുമണിയെ നമ്മളിതിനകത്ത് വ്ളോഗ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞുമണിയെ മമ്മി നോക്കിക്കോളും. അല്ലെ മമ്മി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുമണിയെ നോക്കും. അങ്ങനെ നമുക്ക് ഇതിനകത്തൂടെ ശ്രദ്ധിക്കാൻ, വ്ളോഗിലൂടെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടും. ഇച്ചിരി മല്ലിയിലയും ചൂടൻ കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേർന്ന് മാറ്റി ചേർന്ന് ചെമ്മീൻ ഇട്ട് കൊടുക്കട്ടെ. ചെമ്മീൻ ഇല്ല, അത്ര വറുത്ത് കഴിഞ്ഞിട്ട് ചോറിൽ വന്നു കഴിഞ്ഞാൽ ചെമ്മീൻ കാണാൻ പോലും ഉണ്ടാവില്ല. കൈമ റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കൈമ ഇരുന്നുകൊണ്ട് ഞാനത് എടുത്തത്. ഇതൊരു അരമണിക്കൂറോളം കുതിർത്തിട്ട് ഊറ്റി വെച്ചായിരുന്നു കേട്ടോ. അത് ഇതിട്ടിട്ട് കൊടുത്തിട്ട് ഇളക്കാം. തേങ്ങ ഞാൻ ഇങ്ങനെ കുറേ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ മിക്കതിൽ ഇങ്ങനെ തേങ്ങ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തൊന്നും നമുക്കും തേങ്ങ ഇട്ടേക്കാന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ ഇതിങ്ങനെ ഇടുന്നതാണോന്ന്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേങ്കിൽ കുറേ ഇതിൽ കണ്ടു കഴിഞ്ഞപ്പോൾ തേങ്ങയല്ലേ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അത് ഒരു പിടി തേങ്ങ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉണ്ടാവൂടെ ആവൂടെ. അങ്ങനെ നമ്മളെല്ലാം ഉണ്ടാക്കിയല്ലേ പഠിക്കുന്നതെന്ന്. ഞാനിങ്ങനെ ഒന്നും അറിയാത്തതിൽ നിന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ. തെറ്റിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. ആദ്യം ഉണ്ടാക്കുമ്പോ ശരിയായില്ലെങ്കിൽ അടുത്ത് ഉണ്ടാക്കുമ്പോ ശരിയാവും. പച്ചക്കറി അറിയാൻ പാടില്ലാതിരുന്നിടത്തുനിന്ന് ഇത്രയൊക്കെ കുക്ക് ചെയ്യാൻ പഠിച്ചില്ലേ. അല്ല എല്ലാരും അങ്ങനെയാ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് അരി ഇട്ടാണ്. അപ്പൊ 2 ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരി, 3 ഗ്ലാസ് വെള്ളം. ചൂടുവെള്ളമാണ്. മാമയല്ല അത്, വെള്ളം. ഉപ്പിടാൻ മറക്കില്ല. ഞാൻ അതുകൊണ്ട് ആദ്യം ഉപ്പിടാൻ ഓർപ്പിക്കണേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തേ. വെള്ളം നോക്കട്ടെ. ഉപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ച് മീഡിയം തീയിലിട്ട് അരി വെന്ത് കഴിഞ്ഞാൽ ചെമ്മീൻ ചോറ് റെഡി. ചെമ്മീൻ ചോറ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കർത്താവിനറിയാം. വാ കുഞ്ഞുമ്മി വാ. അങ്ങനെ നമ്മുടെ അഞ്ജുവിന്റെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ദൈവത്തിനും അറിയാന്നുള്ളത്. നല്ല സ്മെല്ലുണ്ട്, അടിപൊളിയാണ്. അതിൻ്റെ ലുക്സും അടിപൊളിയാണ്. കറക്റ്റ് വേവും പാകവും എല്ലാം ഓക്കെയാണ്. അതാണ് നമ്മുടെ അഞ്ജു. സെർവ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് പാത്രത്തിലെടുത്ത് സെർവ് ചെയ്യാണ്. അഞ്ജുന് ഇതൊക്കെ നിർബന്ധമാണ്. ഇതൊക്കെ നിർബന്ധമാണ്. നമ്മൾ സെർവ് ചെയ്യുമ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് സെർവ് ചെയ്യുന്നത്. യെസ്, ആ ടെക്നിക്ക് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആണ്ടെ ഇവിടെ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും ഇവിടെ ക്യാരറ്റും ഇതൊക്കെ വെച്ചിട്ട് സലാഡ് ഉണ്ടാക്കി, പപ്പടം ചുള്ളിച്ചു. നമ്മളുടെ ചെമ്മീൻ ചോറ് കഴിക്കാൻ പോവാണ്. അവിടെ കുഞ്ഞുമണി ഇതാ കയറിയിരിക്കുന്നു. അവിടെ ശുങ്കു ഇതായിരിക്കുന്നു. ശുങ്കു ഒരു ട്യൂഷന്റെ ഹോംവർക്കൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അച്ചാർ കുഞ്ഞുമണിയുടെ ഫേവറേറ്റ് ആണ്. മമ്മി കഴിക്കേ, ടേസ്റ്റി. മമ്മി നാട്ടിൽ നിന്ന് പൊറോട്ടയും
ഇതൊക്കെ കഴിച്ചു വന്ന് ഇതായത് ഇരിക്കുന്നതാണ്. നല്ല രസമുണ്ട്. ഇത് നമ്മുടെ ആ ഒരു സലാഡും പപ്പടവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ഫീലുണ്ട്. ഒരു ഫീൽ ഗുഡ് ചോറാണ് ഇന്ന് നമുക്ക് വേണ്ടി അഞ്ചു റെഡിയാക്കിയത്. ശുങ്ക എങ്ങനെയുണ്ട് നിന്റെ ഇത് പറഞ്ഞേ? ഡിലീഷ്യസ്, ബ്രാവോ. ഓ ഷെഫ് കിസ് ഒന്നുകൂടെ കാണിച്ചേ. Bon appetit, everybody. അതെ, ബൺ അപ്പത്തീത്ത്. ഒരു ഐസ്ക്രീം കൂടെ കഴിക്കാന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ച് താണ്ടെ കുഞ്ഞുമണി താണ്ടെ ഐസ്ക്രീം കുടിക്കുന്നു. അഞ്ചു ചായ കുടിക്കുന്നു. അഞ്ചുന് ഐസ്ക്രീം വേണ്ടാണ്. She likes the warm, not the cold. അപ്പോൾ ഈ ഐസ്ക്രീമോട് കൂടി നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കൂടെ അവസാനിക്കുകയാണ്. ബൈ ബൈ. Bye. സൈനിങ് ഓഫ്. Skypins. യെസ്. Subscribe. കുഞ്ഞുമണി സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഓ വേണ്ട, ഞാൻ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചോളാം. Subscribe and like. Yeah.